സാർ നമസ്കാരം. ഒരു ചോദ്യമാണുള്ളത്. ശബരിമല ശാസ്താ ക്ഷേത്രം ചരിത്രത്തിൽ പറയുന്ന അവതാര കഥകളിൽ പറയുന്ന ഒരു മഹിഷിയെ ഒരു മണികണ്ഠൻ കൊന്നതായി പറയുന്നു. ഉദയനനുമായി ബന്ധപ്പെടുത്തിയ പന്തളം രാജകൊട്ടാരമായിട്ടുള്ള മറ്റൊരു മണികണ്ഠന്റെ കഥ പറയുന്നു. ശാസ്താ ക്ഷേത്രത്തിന്റെ കഥ പറയുന്നു. മലയരന്മാരുടെ ക്ഷേത്ര കഥ പറയുന്നു. ബുദ്ധക്ഷേത്രം, ജൈനക്ഷേത്രം, അങ്ങനെ എല്ലാവരും ഇന്നത്തെ ക്ലെയിം വയ്ക്കുന്നുണ്ട്. എന്താണ് ശരിക്കും ശബരിമല? ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു അപൂർവമായ ആരാധനാ സങ്കല്പമാണ്. ആ ആരാധനാ സങ്കല്പം ആരാണെന്ന് കണ്ടെത്താനായിട്ട് നമ്മുടെ പൂർവികന്മാരുടെ ഇടയിൽ ഒരുപാട് ശ്രമങ്ങളുണ്ടായി. അപ്പോൾ ശരിയായ ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഭാവനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന കുറേ കഥകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാവനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന കഥകളാണ് ഇന്ന് അയ്യപ്പൻ്റെ അവതാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേൾക്കുന്നത്. എൻ്റെ അന്വേഷണങ്ങൾ എപ്പോഴും പോകുന്നത് ഐക്കണോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഐക്കണോഗ്രഫി എന്ന് പറഞ്ഞാൽ വിഗ്രഹശാസ്ത്രം. ഞാൻ ഈ അയ്യപ്പൻ്റെ നൂറുകണക്കിന് വിഗ്രഹങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും അതുപോലെ ഉത്തരേന്ത്യയിലും കണ്ടിട്ടുണ്ട്. അതിൽ ഉത്തരേന്ത്യയിൽ ഇപ്പോഴും അവിടെയുള്ള പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളിലെല്ലാം അയ്യപ്പ സങ്കല്പത്തിലുള്ള വിഗ്രഹങ്ങൾ കാണാം. അലഹബാദ് മ്യൂസിയത്തിൽ, ലക്നൗ മ്യൂസിയത്തിൽ, അതുപോലെ കൽക്കട്ട മ്യൂസിയത്തിൽ, ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ എല്ലാം അയ്യപ്പ വിഗ്രഹങ്ങൾ കാണാൻ പറ്റും. പക്ഷെ അവിടെ അതിൻ്റെ പേരെഴുതി വച്ചിരിക്കുന്നത് രേവന്ത എന്നാണ്. അപ്പോൾ രേവന്തയായിട്ട് ഉത്തരേന്ത്യക്കാർ പൂജിച്ചിരുന്നത് നമ്മുടെ ഈ അയ്യപ്പനെയാണ്. ഇനി തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നോർത്ത് ആർക്കാട്ടിലും സൗത്ത് ആർക്കാട്ടിലും അതുപോലെ കടലൂർ ഡിസ്ട്രിക്റ്റിലും ഒരുപാട് അയ്യനാർ ക്ഷേത്രങ്ങളുണ്ട്. ഈ അയ്യനാർ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളാണ്. ഇപ്പോൾ അവർ ശബരിമലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് അവരും ഇപ്പോൾ അവരുടെ ക്ഷേത്രങ്ങൾക്ക് അയ്യനാർ ക്ഷേത്രങ്ങൾ എന്നല്ല പറയുന്നത്, അയ്യപ്പനാർ ക്ഷേത്രങ്ങൾ എന്നാണ്. അതവിടെ ഇരിക്കട്ടെ. പൂർണ്ണ, പുഷ്കല എന്നീ പത്നിമാരോടൊപ്പം ഇരിക്കുന്ന അയ്യനാറിനെയാണ് ഈ ക്ഷേത്രങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വന്യർ എന്ന് പറയുന്ന ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരുടെ കുലദേവതയായിട്ടാണ് അയ്യനാറിനെ കാണുന്നത്. അവരുടെ കൂട്ടമായാണ് അവർ താമസിക്കുന്നത്. അവർക്കൊരു രാഷ്ട്രീയ പാർട്ടി തന്നെയുണ്ട്, പട്ടാളി മക്കൾ കക്ഷി. ആ പട്ടാളി മക്കൾ കക്ഷി എന്ന് പറയുന്ന കക്ഷിയിലെ ഭൂരിപക്ഷ അംഗങ്ങളും വന്യ സമുദായത്തിൽപ്പെട്ടവർ ആണ്. ആ വന്യരുടെ കുലദേവതയായിട്ടുള്ള അയ്യനാർ ക്ഷേത്രങ്ങളിൽ, ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഞാൻ പോവുകയുണ്ടായി. എന്ന് മാത്രമല്ല, വന്യരുടെ ജാതി ചരിത്രങ്ങളിൽ അയ്യനാറിനെ പറ്റി പറയുന്നത് വായിക്കാൻ എനിക്ക് സാധിക്കുകയുണ്ടായി. ഇനി വേറൊരു കാര്യം പറയട്ടെ. ഈ രേവന്ത എന്ന് പറയുന്ന ആ സങ്കല്പം കേരളീയർക്കും അപരിചിതമല്ല. നമ്മുടെ തീയാട്ടുപാട്ടുകളിൽ അയ്യപ്പനെ പറ്റിയുള്ള കഥകളുണ്ട്. അത് ഈ ശബരിമല അയ്യപ്പനേ അല്ല, അത് വേറൊരു കഥയാണ്. ആ കഥയിൽ ഹരിഹരപുത്രനായ അയ്യപ്പനെ പറ്റിയാണ് നമ്മുടെ തീയാട്ട് പാട്ടുകളിൽ പരാമർശിക്കുന്നത്. അവിടെ അയ്യപ്പൻ്റെ പര്യായമായിട്ട് രേവന്ത എന്ന പേര് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ ഉത്തരേന്ത്യയിലെ ഐക്കണോഗ്രഫിയും ഒക്കെ ആയിട്ട് പരിശോധിച്ചതിന് ശേഷം ഞാൻ എത്തിയ ഒരു നിഗമനം, അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ആര്യ ദേവതയാണ്, ദ്രാവിഡ ദേവതയല്ല. എന്തുകൊണ്ട്? കുതിരയാണ് അയ്യപ്പൻ്റെ വാഹനം. കുതിര എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഉപജ്ഞാതാക്കളായ ഹാരപ്പൻ ജനതയ്ക്ക് കുതിര അപരിചിതമായിരുന്നു.
വൈദിക കാലഘട്ടത്തിലെ ജനങ്ങളാണ് കുതിര ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ. യുറാൽ പർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ആര്യന്മാരാണ് ഈ കുതിര ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ കുതിരപ്പുറത്തുള്ളൊരു ദേവൻ എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആര്യ ദേവതയാവാനാണ് സാധ്യത. എന്ന് മാത്രമല്ല, അയ്യൻ എന്ന് പറഞ്ഞാൽ ആര്യൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം തന്നെ, വാച്യാർത്ഥം തന്നെ. അപ്പൊ അയ്യപ്പൻ ഒരു ആര്യ ദേവതയാണ്. പക്ഷെ അതേ സമയത്ത് വേദങ്ങളിലൊന്നും തന്നെ അയ്യപ്പനെ പറ്റിയുള്ള ഒരു പരാമർശവും ഇല്ല. അപ്പോൾ ഒരു നോൺ വേദിക് ആര്യൻ ഡെയിറ്റിയാണ് അയ്യപ്പൻ. ആ അയ്യപ്പനെ നമുക്ക് ഒരു BC 1-ാം നൂറ്റാണ്ടിൽ തൊട്ട് അയ്യപ്പൻ്റെ പ്രതിമകൾ നമുക്ക് ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അലഹബാദ് മ്യൂസിയത്തിലും ലക്നൗ മ്യൂസിയത്തിലും കൽക്കട്ടയിലെ ഇന്ത്യ മ്യൂസിയത്തിലും ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിലും കാണുന്ന രേവന്തയുടെ പ്രതിമകൾ. ഈ രേവന്ത ഉത്തരേന്ത്യൻ സങ്കല്പം അനുസരിച്ച് സാർത്ഥവാഹകന്മാർക്കുള്ള വഴികാട്ടിയാണ്. അതായത് പഴയ കാലത്ത് സാർത്ഥവാഹകന്മാര് ഉണ്ട്, കച്ചവടക്കാര്. ആ കച്ചവടക്കാര് ആയിട്ടുള്ള ആളുകള് അവര് മധ്യ ഏഷ്യ കടന്ന് അവര് യൂറോപ്പ് വരെ പോയിരുന്നു. ആ ഇന്ത്യയിൽ നിന്നുള്ള കച്ചവടക്കാര് ഇവിടെ നിന്നുള്ള പട്ടുവസ്ത്രങ്ങൾ, ഇവിടെ നിന്നുള്ള ഔഷധങ്ങൾ ഒക്കെയാണ് അവര് കൊണ്ടുപോയിരുന്നത്. ഈ കൊണ്ടുപോകുന്ന സാർദ്ധവാഹക സംഘത്തിൻ്റെ വഴികാട്ടിയായ ഒരു ദേവതയായിട്ടാണ് അയ്യപ്പൻ ചരിത്രത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ഈ അയ്യപ്പൻ പിന്നീട് ശാതവാഹനന്മാരുടെ ഒരു ഇഷ്ടദേവനായിട്ട് മാറുകയാണ്. ഞാനിത് വെറുതെ പറയുകയല്ല. ശാതവാഹനന്മാരുടെ പല സ്മാരകങ്ങളിലും അയ്യപ്പൻ്റെ പ്രതിമകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് പല്ലവരുടെ ഒരു ദേവനായിട്ട് മാറി. പല്ലവരുടെ ദേവനായിട്ട് മാറിയ ഈ അയ്യനാർ പിന്നീട് ചോളന്മാരുടെ ഒരു ദേവനായി. ചോളന്മാരുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന യോദ്ധാക്കളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ വന്യർ. അങ്ങനെ അയ്യപ്പൻ വന്യരുടെ ഒരു ഇഷ്ടദേവനായിട്ട് മാറി. ഈ അയ്യപ്പനെ ബുദ്ധമതക്കാരില്, പ്രത്യേകിച്ച് താന്ത്രിക ബുദ്ധമതക്കാര് ആരാധിച്ചിരുന്നു. എന്ന് മാത്രമല്ല, യാപ്പനീയ ജൈന വിഭാഗത്തിൽപ്പെട്ടവരും ഈ അയ്യപ്പനെ ഒരു ഇഷ്ടദേവനായിട്ട് ആരാധിച്ചിരുന്നു. എന്ന് മാത്രമല്ല, താന്ത്രിക ബുദ്ധമതത്തിലെ അവലോകിതേശ്വര സങ്കല്പത്തിൽ നമുക്ക് അയ്യപ്പൻ്റെ സ്വാധീനം കാണാൻ സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ, വളരെയധികം ജനപ്രീതി നേടിയ ദേവന്മാരിൽ ഒന്നാണ് ഈ അയ്യപ്പൻ. അദ്ദേഹത്തെക്കുറിച്ച് അനവധി ധ്യാനങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇനി ഇൻസ്ക്രിപ്ഷൻസിൽ ആദ്യമായിട്ട് അയ്യപ്പനെ എവിടെയാണ് പരാമർശിക്കുന്നതെന്ന് ഞാൻ അന്വേഷിച്ചു. തിരുവല്ല കോപ്പർ പ്ലേറ്റ്സിലാണ് അയ്യപ്പനെ ആദ്യമായിട്ട് പരാമർശിക്കുന്നത്. 10-ാം നൂറ്റാണ്ടിലും 11-ാം നൂറ്റാണ്ടിലും ആണ് ഈ തിരുവല്ല കോപ്പർ പ്ലേറ്റ്സ് ഉണ്ടാവുന്നത്. അതിനകത്ത് അയ്യപ്പൻ ശാസ്താവ് എന്ന് എടുത്തു പറയുന്നുണ്ട്. തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഉപദേവനായിട്ടാണ് അയ്യപ്പൻ ശാസ്താവിനെ പരാമർശിക്കുന്നത്. അതുപോലെ കന്യാകുമാരിയിലെ ഗുഹാനാഥസ്വാമി ക്ഷേത്രത്തിൽ, അത് ശിവക്ഷേത്രമാണ്, 11-ാം നൂറ്റാണ്ടിലെ ഒരു ചോള ലിഖിതത്തിൽ അയ്യപ്പൻ വേദിയ ചാത്തൻ എന്ന് പരാമർശിക്കുന്നുണ്ട്. അതിനിങ്ങനെയാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്: അയ്യപ്പൻ വേദിയരുടെ, അതായത് ബ്രാഹ്മണരുടെ ശാസ്താവ്. ചുരുക്കത്തിൽ അയ്യപ്പൻ ബുദ്ധമതക്കാരുടേതാണ്, അയ്യപ്പൻ ജൈനരുടേതാണ്, അയ്യപ്പൻ ശൈവരുടേതുമാണ്, അയ്യപ്പൻ ശാക്തേയ സങ്കല്പങ്ങളിലും അയ്യപ്പന് ഒരു അപ്രധാനമായിട്ടുള്ള സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ശബരിമല തീർത്ഥാടന പദ്ധതികളിൽ
നമുക്ക് ബുദ്ധമതത്തിൻ്റെ സ്വാധീനമാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. ശരണം വിളികൾ തീർച്ചയായിട്ടും ബൗദ്ധ തീർത്ഥാടകരുടെ ഒരു രീതിയാണ്. പ്രതിഷ്ഠയുടെ സങ്കല്പത്തെപ്പറ്റി തന്ത്രി എന്താണ് പറഞ്ഞത് എന്നും ഞാൻ ആരായുകയുണ്ടായി. അപ്പോൾ ശില്പിയുടെ മകൻ എന്നോട് പറഞ്ഞത് ശാസ്താവിനെ തന്നെയാണ് ശബരിമലയിലും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പൂർണ്ണയും പുഷ്കലയും സമേതനായിട്ടുള്ള ശാസ്താവിനെയല്ല അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പകരം യുവാവായ ശാസ്താവിനെയാണ്. യോഗാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ശാസ്താവിനെയാണ് തന്നോട് നിർമ്മിക്കുവാൻ തന്ത്രി ആവശ്യപ്പെട്ടതെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. 40 വർഷം മുമ്പാണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നത്. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ യുവാവായ ശാസ്താവിനെ അല്ലെങ്കിൽ അയ്യപ്പനെ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ തന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ സങ്കല്പത്തിൽ പരമഭക്തനായ മണികണ്ഠൻ എന്ന പന്തള രാജകുമാരൻ്റെ ഒരു സായുജ്യം പ്രാപിക്കൽ കൂടി, അല്ലെങ്കിൽ അവിടെ വെച്ച് നടന്ന ഒരു സമാധിയെപ്പറ്റി കൂടി ശില്പി അറിഞ്ഞിരിക്കണം. അതായത് പന്തള രാജകുമാരൻ അവിടെ ഏതോ ഒരു കാലഘട്ടത്തിൽ, ഒരു പക്ഷേ 12-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ അതിനും ശേഷം നശിപ്പിക്കപ്പെട്ട ശബരിമല ക്ഷേത്രത്തിന് അതിനെ പുനർനിർമ്മിക്കുകയും അവിടെ പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ആ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം അവതാര ഉദ്ദേശം എല്ലാം പൂർത്തിയാക്കിയെന്ന ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹം യോഗ സമാധിയിൽ അവിടെ വിലയം പ്രാപിച്ചു. അപ്പൊ ആ മണികണ്ഠന്റെ ഒരു സാന്നിധ്യവും ഈ വിഗ്രഹത്തിന് ഉണ്ട് എന്ന ഒരു സങ്കല്പത്തെപ്പറ്റി കൂടി ഈ പറയുന്ന പ്രഭാകരന് തന്ത്രി ശില്പിയോട് പറഞ്ഞു. പക്ഷേ ശില്പി ഒരു കാര്യം വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ശാസ്താവിനെ തന്നെയാണ് താൻ നിർമ്മിച്ചത് എന്ന് മാത്രമല്ല, അവിടെ ശബരിമലയിൽ ഒരു ഉത്സവമുണ്ട്. ആ ഉത്സവത്തിൽ അവിടെ ആറാട്ട് നടത്തുമ്പോൾ നായാടുന്ന, അമ്പും വില്ലും ധരിച്ചിരിക്കുന്ന ശാസ്താവിൻ്റെ വിഗ്രഹമാണ് അവിടുത്തെ ഉത്സവ വിഗ്രഹം. ആ ഉത്സവ വിഗ്രഹമാണ് അവിടെ ആറാടുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, എനിക്ക് ലഭിച്ച അറിവ് വെച്ചുകൊണ്ട് പറയട്ടെ, ശബരിമലയിലേത് ബാലനല്ല, കൗമാരത്തിലേക്ക് കടക്കുന്ന ശാസ്താവിൻ്റെ വിഗ്രഹമാണ്.